ഇനി മൂന്നാറിലേക്ക് സിനിമാ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനങ്ങൾക്ക് നേരെ പടയപ്പ് എന്ന കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. കൊരണ്ടിക്കാടാണ് അപകടം ഉണ്ടായത്. ആനയെ കണ്ട് വാഹനങ്ങൾ നിർത്തിയതോടെ ഗതാഗതക്കുരുക്കും ഉണ്ടായി. ഇതിനിടയിലൂടെ ആന നടന്നപ്പോഴാണ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. പറയൂ രാഹുൽ വിജയൻ. SK ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മൂന്നാർ സൈലന്റ് വാലിയിൽ നടന്നിരുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം വാഹനങ്ങളെല്ലാം ഒരുമിച്ച് മൂന്നാറിലേക്ക് വരികയായിരുന്നു. ആ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിനിടയിൽ കൊരണ്ടിക്കാട് എത്തിയപ്പോൾ പടയപ്പ കാട്ടാന റോഡരികിൽ നിൽക്കുകയായിരുന്നു. ആനയെ കണ്ട് ഈ വാഹനങ്ങളെല്ലാം നിരനിരയായി തന്നെ നിർത്തുകയും ചെയ്തു. അവർ ഭയന്നാണ്. അവരാദ്യമായിട്ട് പടയപ്പയെ കാണുകയാണ്. സ്വാഭാവികമായിട്ടും വലിയൊരു ഗതാഗത കുരുക്ക് ആ പ്രദേശത്തുണ്ടായി. ഉടനെ ഈ ആന ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ആനയ്ക്ക് സ്വാഭാവികമായിട്ടും അതിലെ നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി നോക്കി. ആ വാഹനങ്ങൾക്കിടയിലൂടെയാണ് നടന്നത്. ചെറിയ വഴിയായതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിൽ ഒന്ന് ചെറുതായി തട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള പ്രകോപനത്താൽ അല്ലെങ്കിൽ ഒരു പേടി കൊണ്ട് ആന കൊമ്പുകൊണ്ട് ആ വാഹനങ്ങളുടെ ചില്ല് തകർത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. തൊട്ടടുത്തൊരു വനമേഖലയാണ്, വനപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ഈ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങി ഓടി. പിന്നീട് മൂന്നാർ RRT സംഘം പാഞ്ഞെത്തുകയും ഈ ആനയെ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ മറ്റൊരു പ്രദേശത്തേക്ക് തുരത്തി ഓടിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ വനത്തിലേക്ക് ഓടിക്കയറിയ ആളുകളെയും ഈ RRT സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വാഹനങ്ങൾക്കാണ്, അതായത് 2 കാറുകൾക്ക് നേരെയാണ് ഈ പടയപ്പയുടെ ഒരു ആക്രമണം ഉണ്ടായത്. 2 കാറിന്റെയും സൈഡ് ഡോറിന്റെ ഗ്ലാസുകളാണ് പൊട്ടിയത്. ഒരു ബൈക്കിനും ചെറിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു രാഹുൽ വിജയൻ.